PSC ക്വസ്റ്റ്യൻ കോർണറിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിരഞ്ഞെടുത്ത 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരെന്ത്? പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന്റെ പുതിയ പേരെന്ത്? ഉത്തരം സുഷമ സ്വരാജ് ഭവൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അൽഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. അൽഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധമുള്ള ഭരണഘടനാ അനുച്ഛേദം. ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധമുള്ള ഭരണഘടനാ അനുച്ഛേദം 51 അനുച്ഛേദം. നാലാമത്തെ ക്വസ്റ്റ്യൻ, രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ. രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുതലും പകൽ കുറവുമായ ഹോർമോൺ മെലാറ്റോണിൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഹിമാചൽ പ്രദേശിലെ കുളു മലനിരകളിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ഉത്തരം ബിയാസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗം. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗം. ഉത്തരം സിറോഫ്താൽമിയ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷ. പൗരസ്ത്യ ദേശത്തെ ഇറ്റാലിയൻ എന്നറിയപ്പെട്ട ഭാഷ തെലുങ്ക്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺടൈറ്റിസ്? ശരീരത്തിലെ ഏതു ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പെരിയോഡോൺടൈറ്റിസ്? ഉത്തരം വായ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത്? സമുദ്രത്തിൽ പതിക്കാത്ത ഇന്ത്യൻ നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുനയാണ്. പത്താമത്തെ ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? പ്രകാശ സംശ്ലേഷണ തോത് കൂടുന്നത് ഏത് ഘടകവർണ്ണം ഉപയോഗിക്കുമ്പോഴാണ്? ഉത്തരം ചുവപ്പ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ടെന്നീസിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത്? ടെന്നീസിന്റെ ജന്മനാട് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഫ്രാൻസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബർ പ്രയോജനപ്പെടുത്തിയ ആദ്യ ഉപകരണം. ഒപ്റ്റിക്കൽ ഫൈബർ പ്രയോജനപ്പെടുത്തിയ ആദ്യ ഉപകരണം. ഉത്തരം എൻഡോസ്കോപ്പ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം. ഉത്തരം ചേർത്തല. 15ാമത്തെ ക്വസ്റ്റ്യൻ, ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റാ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത്? ഉത്തരം കരൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടനാട്ടിൽ ഒരെണ്ണ സമരം നടന്ന വർഷം. കുട്ടനാട്ടിൽ ഒരെണ്ണ സമരം നടന്ന വർഷം. ഉത്തരം 1958. 17ാമത്തെ ക്വസ്റ്റ്യൻ, കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. കുറിച്യർക്കെതിരെ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ തോമസ് വാർഡൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ, സ്നായുക്കൾ പൊട്ടുകയോ മുറിയുകയോ ചെയ്യുന്ന അവസ്ഥ ഏത്? സ്നായുക്കൾ പൊട്ടുകയോ മുറിയുകയോ ചെയ്യുന്ന അവസ്ഥ ഏത്? ഉത്തരം ഉളുക്ക്. 19ാമത്തെ ക്വസ്റ്റ്യൻ, കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. ഉത്തരം പാറ്റല്ല. 20ാമത്തെ ക്വസ്റ്റ്യൻ, നല്ലളം താപനിലയത്തിലെ ഇന്ധനം. നല്ലള താപനിലയത്തിലെ ഇന്ധനം. ഉത്തരം ഡീസൽ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ബിഷപ്പ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ബിഷപ്പ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ഉത്തരം ഉമയാം നദിയിലാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം. മനുഷ്യ ശരീരത്തിൽ
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം? ഉത്തരം അരുണ രക്താണുക്കൾ. 23-ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് ജീവിയിലെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം? ഏത് ജീവിയിലെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം? ഉത്തരം ഹൈഡ്ര. 24-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം? മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം? ഉത്തരം വൃക്ക. 25-ാമത്തെ ക്വസ്റ്റ്യൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം? വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ്. 26-ാമത്തെ ക്വസ്റ്റ്യൻ. ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാണ് ബിലിറൂബിനായി മാറുന്നത്? ഹീമോഗ്ലോബിൻ എവിടെ വെച്ചാണ് ബിലിറൂബിനായി മാറുന്നത്? ഉത്തരം പ്ലീഹ. 27-ാമത്തെ ക്വസ്റ്റ്യൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം? ഉത്തരം ഓക്സിജൻ. 28-ാമത്തെ ക്വസ്റ്റ്യൻ. ടൂറിസം വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം? ടൂറിസം വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം 1986. 29-ാമത്തെ ക്വസ്റ്റ്യൻ. പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം? പോസ്റ്റ് ഓഫീസ് വഴി ഭൂനികുതി അടയ്ക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 30-ാമത്തെ ക്വസ്റ്റ്യൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ? ഉത്തരം ഗ്ലോബുലിൻ. 31-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ 44 നദികളിലെ ആകെയുള്ള നീരൊഴുക്ക് എത്ര കോടി ഘനമീറ്ററാണ്? 7790 ഘനമീറ്റർ. 32-ാമത്തെ ക്വസ്റ്റ്യൻ. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം? കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം 1987. 33-ാമത്തെ ക്വസ്റ്റ്യൻ. കോശമില്ലാതെ ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് എന്തിനാണ്? കോശമില്ലാതെ ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് എന്തിനാണ്? ഉത്തരം വൈറസ്. 34-ാമത്തെ ക്വസ്റ്റ്യൻ. ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? ജലത്തിൽ ശബ്ദത്തിന്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? ഉത്തരം 1435 മീറ്റർ. 35-ാമത്തെ ക്വസ്റ്റ്യൻ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം? ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. 36-ാമത്തെ ക്വസ്റ്റ്യൻ. പാലക്കൊണ്ട കലാപത്തിന് വേദിയായ സംസ്ഥാനം? പാലക്കൊണ്ട കലാപത്തിന് വേദിയായ സംസ്ഥാനം? ഉത്തരം ആന്ധ്രാപ്രദേശ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ. പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിന്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത്? പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിന്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത്? ഉത്തരം ചാലക്കുടി പുഴ. 38-ാമത്തെ ക്വസ്റ്റ്യൻ. മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവൽ? മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവൽ? ഉത്തരം സുന്ദരികളും സുന്ദരന്മാരും. 39-ാമത്തെ ക്വസ്റ്റ്യൻ. മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാവുന്ന രോഗം? മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാവുന്ന രോഗം? ഉത്തരം ടെറ്റനസ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ. ഏതിന്റെ പോഷക നദിയാണ് അമരാവതി? ഏതിന്റെ പോഷക നദിയാണ് അമരാവതി? ഉത്തരം കാവേരി. 41-ാമത്തെ ക്വസ്റ്റ്യൻ. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജൻ. 42-ാമത്തെ ക്വസ്റ്റ്യൻ. പാഗൽപന്തി കലാപത്തിന്റെ പശ്ചാത്തലം? പാഗൽപന്തി കലാപത്തിന്റെ പശ്ചാത്തലം? ഉത്തരം ബംഗാൾ. 43-ാമത്തെ ക്വസ്റ്റ്യൻ. പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. 44-ാമത്തെ ക്വസ്റ്റ്യൻ. ബിയാസ് നദി ഏതിലാണ് ചെന്ന് ചേരുന്നത്? ബിയാസ് നദി ഏതിലാണ് ചെന്ന് ചേരുന്നത്? സത്ലജ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ.
ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഉത്തരം അഡ്രിനാലിൻ. 46-ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്ന വർഷം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1860. 47-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ എയർ ടാക്സി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ എയർ ടാക്സി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം ഹരിയാന. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നേടിയ ആദ്യ വനിത. ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നേടിയ ആദ്യ വനിത. ഉത്തരം സുഷമ സ്വരാജ്. 49-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ജവഹർലാൽ നെഹ്റു. 50-ാമത്തെ ക്വസ്റ്റ്യൻ. റാൻ ഓഫ് കച്ചിന് സമീപമുള്ള മേജർ തുറമുഖം ഏത്? റാൻ ഓഫ് കച്ചിന് സമീപമുള്ള മേജർ തുറമുഖം ഏത്? ഉത്തരം കാൺല. ഗുജറാത്തിലെ കാൺലയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.